ഇത്രയേറെ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടി, ആ പാർട്ടിക്ക് 2 ദിവസം സെക്രട്ടേറിയറ്റ് അടച്ചിട്ടാൽ ഈ സമരം അവസാനിപ്പിച്ചു പോകേണ്ട ഗതികേടുണ്ടോ? ആളുകൾ മാറി മാറി വന്ന് ഈ സമരത്തിൽ ചേരുമായിരുന്നില്ലേ? പിന്നെ എന്തിനാണ് അവർ ഒളിച്ചോടിയത്? അല്ലെങ്കിൽ ആ ഒളിച്ചോട്ടത്തിന് പിന്നിൽ ഒരു ഡീലുണ്ടോ? അത് എത്രയോ കാലമായി കേരളത്തിന്റെ രാഷ്ട്രീയ ഉപരിതലത്തിൽ ഉറക്കെ കേൾക്കുന്ന ആരോപണമാണ്. ഞാൻ ചോദിക്കട്ടത്, 2 ദിവസം CPM ഇരുന്നാലും CPM-ന്റെ ഡിമാൻഡ് എന്താ? ഉമ്മൻചാണ്ടി രാജിവെക്കണം. ഉമ്മൻചാണ്ടി സാർ രാജിവെക്കുന്ന ഒരു പ്രശ്നം ഏതായാലും അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കോൺഗ്രസ് UDF പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇനി 2 ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ ഇരുന്നാലും 3 ദിവസം ഇരുന്നാലും 4 ദിവസം ഇരുന്നാലും അവർ കൂടുതൽ പരിസര മലിനീകരണത്തിന്റെ നാറ്റം മാത്രമല്ല, പാർട്ടി കൂടുതൽ നാറി പിന്മാറുന്നതിനേക്കാൾ നല്ലത് ആദ്യ ഘട്ടത്തിൽ തന്നെ മാന്യമായ ഒരു തിരിച്ചുപോക്ക്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ലേ? സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കും ആവശ്യം, കാരണം ഞങ്ങൾ ഭരിക്കുന്നവരാണ്, ഞങ്ങൾക്കും ആവശ്യമുണ്ട്. കാരണം എന്താ, തിരുവനന്തപുരത്ത് അനാവശ്യമായ സംഘർഷങ്ങളും സംഘടനകളും ഉണ്ടായി. ഒന്ന്, ജനജീവിതം സമ്പൂർണ്ണമായി സ്തംഭിക്കുന്നു. തലസ്ഥാന നഗരിയാണ് സ്തംഭിക്കുന്നത്. അത് 24 മണിക്കൂർ എന്നുള്ള 48 മണിക്കൂർ. CPM-ന്റെ സംഘടനാ ശേഷിയൊന്നും ഇടതുപക്ഷത്തിന്റെ സംഘടനാ ശേഷിയൊന്നും ഞങ്ങൾ കുറച്ച് കാണിക്കുന്നില്ല. 3 or 4 ദിവസമൊക്കെ വേണമെങ്കിൽ അവർക്ക് സമരം തുടരാനുള്ള സംഘടനാ ശേഷിയുമുണ്ട്. പക്ഷേ ആ സമരത്തിൽ അവരുന്നയിക്കുന്ന ആവശ്യം അത് 4 ദിവസമല്ല 40 ദിവസം നടന്നാലും അത് പാലിക്കപ്പെടില്ല. ഉമ്മൻചാണ്ടി രാജിവെക്കില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷെ സമരം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിന് ശേഷം അവർക്ക് പാർട്ടി സഖാക്കളുടെ മുന്നിലെങ്കിലും മുഖം രക്ഷിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. ആ ആവശ്യത്തിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അവരതിനു വേണ്ടി സ്വീകരിച്ച മാർഗം. അത് അവരുടെ കാര്യമാണ്. ആ ഡീല് എന്ന് നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്ന് നിങ്ങൾ പറയുന്നത്, അത് അവരുടെ ആവശ്യമാണ്, ഞങ്ങളുടെ ആവശ്യമായിരുന്നില്ല.